അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹുവിനിക്ക് ഏറ്റവും ഒരാളോട് ഇഷ്ടമുണ്ടായാൽ ആ ആളെ അല്ലാഹു പലവിധേന പരീക്ഷകൾ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനിക്ക് നമ്മളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടോ എന്നാൽ ഈ ഭൂമിയിൽ ചില പരീക്ഷകൾ തരും. പരീക്ഷയിൽ പാസ്സായാലേ പ്രമോഷൻ ലഭിക്കൂ. നല്ല പരീക്ഷയിൽ ടഫുള്ള പ്രയാസമുള്ള പരീക്ഷ എഴുതിയാൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും. പരീക്ഷയ്ക്ക് ഞാനില്ല, പരീക്ഷ എഴുതാൻ എന്നെ കൊണ്ട് കഴിയില്ല, പരീക്ഷയ്ക്കിരിക്കാതെ പരീക്ഷ പേടിച്ച് മാറി നിൽക്കുന്നവനെ നിനക്ക് നല്ല ജോലിയുള്ള ശമ്പളമുള്ള ജോലിയുമില്ല. ഭൂമിയിൽ പരീക്ഷയുണ്ടാകും, അല്ലാഹുവിന്റെ പരീക്ഷ. അതെന്തിനാണ്? നിന്നെ കഷ്ടപ്പെടുത്താനല്ല. നിനക്ക് അല്ലാഹു തന്ന പരീക്ഷ നിനക്കുള്ള റഹ്മത്താ. എന്റെ റഹ്മത്ത് എനിക്ക് എന്റെ റബ്ബ് തന്നു എന്നറിയണമെങ്കിൽ നീ താഴേക്ക് ചിന്തിക്കണം. താഴേക്ക് ചിന്തിക്കുമ്പോഴാണ് എത്ര രോഗമുള്ളവനാണെങ്കിലും, എത്ര വലിയ അസുഖമുള്ള ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, അല്ലാ നീ എനിക്ക് രോഗം തന്നാലും ഞാൻ നിന്നെ മറക്കൂല നാദാ, നീ എനിക്കൊരുപാട് കരുണ ചെയ്തവനാണെന്നുള്ള ബോധം നമ്മളെ മനസ്സിലുണ്ടാകണമെങ്കിൽ എപ്പോഴും നിങ്ങൾ താഴേക്ക് ചിന്തിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസുഖ രോഗം പല ഉരവേദന, കാൽമുട്ട് വേദന, ഡിസ്ക് വേദന, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, പല രോഗങ്ങളും അല്ലാഹു നമ്മളെ രോഗങ്ങളൊക്കെ സുഖമാക്കി തരട്ടെ. രോഗങ്ങൾ വരുമ്പോ അള്ളാനെ മറക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഭൂമിയിൽ രോഗമടക്കമുള്ള പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹുവിനെ മറക്കാതിരിക്കാൻ നിങ്ങൾ താഴേക്ക് ചിന്തിക്കണം. താഴേക്ക് ആലോചിക്കുമ്പോ അള്ളാഹിനെ മറക്കാൻ കഴിയില്ല അല്ലേ? കാൽമുട്ട് വേദനയുണ്ട്, നിസ്കരിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളുണ്ട്, ഡിസ്ക് വേദനയുണ്ട്, സുജൂദ് ചെയ്യാൻ കഴിയാത്ത ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. അതേ പ്രകാരം പ്രഷർ ഉള്ളവരുണ്ട്, പ്രമേയമുള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്. ഇങ്ങനെ പലവിധേന അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ നിങ്ങൾ ആലോചിക്കുക. ക്യാൻസർ ബാധിച്ച് ശരീരത്തിന്റെ ഉള്ളു മുഴുവനും ദ്രവിച്ചു പോയി, നടക്കാൻ കഴിയാതെ ബെഡിൽ കിടന്നിട്ട് ഒരു ദിവസം പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ മൂക്കിൽ പൈപ്പിട്ട് വെള്ളം കൊടുക്കുന്ന എത്ര രോഗികളാ ലോകത്തുള്ളത്. ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുമോ? എനിക്ക് അസുഖമായിട്ട് അസഹ്യമായ വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിന്റെ ഉള്ളിൽ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന എത്ര രോഗികളാ. അവരെ കുറിച്ച് ചിന്തിക്കുമ്പോ കാൽമുട്ട് വേദന, ഉരവേദന, അസുഖങ്ങളൊന്നും രോഗമല്ല. അല്ലാഹുവേ എനിക്കൊരു ഡിസ്ക് വേദനയല്ലേ തന്നുള്ളൂ, ഒരു കാൽമുട്ട് വേദനയല്ലേ തന്നുള്ളൂ. ക്യാൻസർ ബാധിച്ച് മൂക്കിൽ പൈപ്പിട്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ കിടക്കപ്പായിൽ കിടന്ന് നിരകിക്കുന്ന എത്ര രോഗികളുണ്ട് റബ്ബേ. അവരവസ്ഥയിലേക്ക് നീ എന്നെ എത്തിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആണേ പെണ്ണെ നമ്മൾ ഒച്ചത്തിൽ പറയണം, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പറയണ്ടേ? രോഗം വരുമ്പോ, പ്രയാസം വരുന്നത് എന്തുകൊണ്ടറിയോ? നമുക്ക് ഈ ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ്. കാൽമുട്ടിന് അസുഖം വരുമ്പോ ഇരുന്ന് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ ചിന്തിക്കുകയാണ്, പടച്ചോനെ എന്നെക്കാളും കൂടുതൽ വയസ്സുണ്ടല്ലോ PT ഉഷക്ക്, ഓക്ക് മുട്ടിനൊന്നും അസുഖമില്ല റബ്ബേ എന്ന് ആലോചിച്ചിട്ട് വല്ല കാര്യമില്ല. അങ്ങനെ ആവുമ്പോ നമ്മൾ അല്ലാഹുവിനെ മറക്കും. ഞാൻ രസം പറയാം. പണ്ട് ഒരാള് ഒരു മഹാന്റെ അടുത്ത് വീട് ഒന്ന് ഒരു സൗകര്യമുള്ളൊരു വീട് വേണം എന്ന് പറയാൻ വേണ്ടി ചെന്നു. സൗകര്യമുള്ള വീട്. ഇപ്പൊ എന്റെ വീട്ടിന് ഒരു ചെറിയ റൂമും ഒരു ഒറ്റ റൂമും ഒരു ഡൈനിങ് ഹാളും ഒരു സിറ്റ് ഔട്ടും ഒരു കിച്ചനും ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ഭാര്യയും കൂടി റൂമിൽ കിടന്നാൽ മക്കൾ ഡൈനിങ് ഹാളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് 2 റൂമെങ്കിലുള്ളൊരു വീടുണ്ടായാൽ എന്ന് പറയാൻ ഏതൊരാളെടുത്ത് ചെന്നാൽ അദ്ദേഹം ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വീടാണോ വേണ്ടത്? അതുണ്ടാകാൻ ഒരു വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അതെന്ത് വെച്ചു? 2 ആടുംകുട്ടിയെ വാങ്ങാൻ പറഞ്ഞല്ലോ. 2 ആടുംകുട്ടിയെ വാങ്ങാൻ. എന്നിട്ടോ ആ ആടിനെ നിങ്ങളെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ കിടത്തണം. അവസാനം അദ്ദേഹം പറഞ്ഞതല്ലേ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. 2 ആടിനെ വാങ്ങി ഡൈനിങ് ഹാളിൽ കെട്ടിയിട്ടു. അതോടുകൂടെ ഉള്ള സുഖം പോയി. കാരണം ആട്ടും കാഷ്ടവും മൂത്രവും മുഴുവനും ഡൈനിങ് ഹാളിൽ. ഒരാഴ്ച വീണ്ടും ചെന്ന് ആ മഹാന്റെ ബഹുമാനപ്പെട്ടവരെ, വീട്ടിലൊരു സൗകര്യം ഉണ്ടാവാനും ആകെ ബുദ്ധിമുട്ടിലാണ്, ഒരു പശുവിനെ വാങ്ങിക്കോളിയാ. എന്നിട്ടോ അതും ഡൈനിങ് ഹാളിൽ തന്നെ ഉണ്ടാവണം.
ഇയാളിപ്പോൾ കേൾക്കല്ലാതെ മാർഗമില്ല. ചില മഹാന്മാർ പറഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കേണ്ടി വരും. അതിലെന്തെങ്കിലും രഹസ്യം ഉണ്ടാവും, ഞമ്മക്കറിയില്ല. പണ്ട് ഏതോ ഒരാൾ പശുവിനെ കാണാനില്ലാഞ്ഞിട്ട് ഏതൊരു മഹാന്റെ അടുത്ത് പോയി പറഞ്ഞാലോ, ബഹുമാനപ്പെട്ടവരെ പാപ്പ എൻ്റെ പശുവിനെ കാണാനില്ല. അപ്പൊ പറഞ്ഞല്ലോ പശുവിനെ കാണാനില്ല, എന്നാ വയറിളക്കി കാണാൻ അറിഞ്ഞാലോ. പശുവിനെ കാണാനില്ല ചേട്ടാ വയറിളക്കല. വയറിളക്കുക അറിഞ്ഞറിയില്ലേ? എന്തായാലും പറയാ വയറിളക്കുക അല്ലേ, വയറ്റുള്ളവർക്ക് മോശം വരാൻ വേണ്ടി. അവസാനം ഇയാൾ വീണ്ടും പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ എൻ്റെ പശുവിനെ കാണാനില്ല. അപ്പോഴും പറഞ്ഞു വയറിളക്കി കാണാം. വയറൊന്നും ഇളക്കമല്ല, സുന്നാമാക്കിയോ അല്ലെ വയറ് ലൂസാകുന്ന എന്തെങ്കിലും മരുന്ന് കുടിച്ചൊന്നും. വീണ്ടും പറഞ്ഞു എൻ്റെ പശുവിനെ കാണാനില്ല എന്ന് പറയുമ്പോഴൊക്കെ വയറിളക്കാനാ പറയണത്. അവസാനം ഇയാൾ തിരിച്ചു പോന്നു. വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയോ? ആ പോയി. എന്തേ പറഞ്ഞു? പശു എവിടെയെന്നാ പറഞ്ഞു? പശു എവിടെയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത് വേറെന്തൊരു ഹാല. എന്നാലും വയറ് ഇളക്കണം എന്നാ പറയണത്. വയറിളക്കാൻ പശു പോയാ വയറിളക്കില്ല. ഭാര്യ പറഞ്ഞു, ഏതായാലും മഹാൻ പറഞ്ഞല്ലേ, നിങ്ങളെല്ലാം മരുന്നും കുടിച്ചിട്ട് ഒന്ന് വയറൊന്നാണ്ട് കാര്യാക്കി എന്ന് പറഞ്ഞു. ഭാര്യ നിർബന്ധിച്ച് ഈ സാധു ഇവിടെ പോയി വയറൊക്കെ ഇളകി പുറത്ത് ഫുള്ളായി പോകുന്ന മരുന്നൊക്കെ എടുത്ത് കുടിച്ചു. വയറങ്ങട്ട് ഇളകിയിട്ട് സുബ്ഹാനല്ലാഹ്, പിന്നെ ഇയാൾക്കൊരു സുഖമില്ല. പോകുന്നെ. ഇയാള് കാട്ടിൽ പോയി, പഴയ കാലത്ത് കാട്ടിലല്ലേ പോയി ഇരിക്കുക. കാട്ടിലിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണല്ലോ, റബ്ബേ പശു വേണ്ട, ഇതൊന്നും നിന്നിട്ടാ മതിയായിരുന്നു. അപ്പോഴാണല്ലോ ഇയാൾ ഇങ്ങനെ ഇരിക്കുന്ന കാട്ടിന്റെ അപ്പുറത്തുനിന്നൊരു ശബ്ദം. ഇയാൾ ആ ഇരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇയാളെ പശു അവിടെ കിടന്ന് പുല്ല് തിന്നുന്നുണ്ട്. ആ മഹാന് മനസ്സിലായി, ആ പശുവിന്റെ അടുത്ത് ഇയാൾ എത്തണമെങ്കിൽ വയറ്റുന്ന് പോകുന്ന വേണം എന്ന് പറയുന്ന പോലെ ഈ മഹാൻ പറഞ്ഞ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവുമെന്ന് കരുതി ഇയാൾ പശുവിനെയും ആടിനൊക്കെ വാങ്ങി ഡൈനിങ് ഹാളിൽ വെച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മഹാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ വല്ലാത്ത പ്രയാസത്തിലാണ്, എന്താ ചെയ്യണം? ഉടൻ പറഞ്ഞു, ആ പശുവിനെ വിൽക്കുക, ആടവിടെ കണ്ട പശുവിനെ വിറ്റോട് കൂടെ ചെറിയൊരു സമാധാനമായി. കാരണം ആ ചാണകം കൂടുതൽ മൂത്രമൊക്കെയാണ് പോയി കിട്ടിയത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. 2 ആഴ്ച ചെന്നപ്പോ വീണ്ടും ചെന്നു, ആടിനെയും വിൽക്കാൻ പറഞ്ഞു. ആടിനെയും വിറ്റ ആ കാഷ്ടവും മൂത്രക്കാണ്ട് കഴുകി വൃത്തിയാക്കി അത്രക്കാണ്ട് പൂശി. പിന്നെ ചെന്നപ്പോ പറഞ്ഞു, ഇപ്പൊ എന്താ വട്ടെന്ന് വെച്ചു, നല്ല സുഖമാണ്, പ്രായത്തിൽ കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. 1 മാസം കുട്ടികൾക്ക് ഉറക്കില്ല, കാഷ്ടവും മൂത്രവും ആട്ടും. ഇപ്പോഴോ ഇപ്പൊ നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട്. സുഖം കിട്ടിയില്ലേ, നല്ല സുഖമായി. അപ്പൊ എന്താ സംഭവിച്ചത്? ഇതിനേക്കാളും വലിയ പ്രയാസം നിനക്ക് അള്ളാഹ് തന്നാൽ എന്താകും എന്നൊരു ചിന്ത ഉണ്ടാക്കുക. ഇതിനേക്കാളും വലിയ വിഷമം നമുക്ക് വീണ്ടും വീണ്ടും കിട്ടണമെന്ന ആ ഒരു വലിയ ആർത്തി വരുമ്പോഴാണ് അള്ളാഹുവിനെ മറക്കുന്നത്. രോഗമുള്ളവരെ, അസുഖമുള്ളവരെ എപ്പോഴും നമ്മൾ താഴേക്ക് ചിന്തിക്കണം. അല്ലാ, നീ എനിക്ക് തന്നത് ഇതാണല്ലോ. ഒരു മഹാന്റെ കഥ പറയുന്നുണ്ട്. ഒരു പണ്ഡിതൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ശരീരമാകെ മുറിവുകളാണ്, ശരീരമാസകലം മുറിവുകളാണ്. കണ്ണില്ല, കൈ മുഴുവനും പഴുപ്പത്തിട്ടുണ്ട്, പുഴുക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്. മഹാമനുഷ്യന്റെ കൈകാലുകൾ ചീഞ്ഞ് അങ്ങനെ കിടക്കുമ്പോഴൊക്കെ ഇടക്കിടക്ക് ബോധം പോകുന്നു, ബോധം വരുന്നു. ആ സമയത്തൊക്കെ ബോധം വരുമ്പോഴൊക്കെ ഈ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ശരീരമാകെ പുഴുത്തു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശരീരമാകെ പുഴുക്കൾ വന്ന് ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭം. ആ സമയത്ത് മഹാനവറുകൾ ബോധം വരുമ്പോഴൊക്കെ ഇയാൾ പറയണത് അൽഹംദുലില്ലാ എന്നാണ്. അപ്പൊ ഈ കണ്ടു നിൽക്കുന്ന പണ്ഡിതൻ പറഞ്ഞു, നിങ്ങളെ കൈകാലുകൾ മുഴുവനും ചീഞ്ഞ് അതിലൂടെ മുഴുവനും പുഴുക്കൾ വരികയാണ്. നിങ്ങൾക്ക് ബോധം പോലും ശരിക്കില്ല. ഇടക്കിടക്ക് ബോധം വരുന്നു, ഇടക്കിടക്ക് ബോധം പോകുന്നു. എന്നിട്ട് നിങ്ങൾ അൽഹംദുലില്ലാ എന്നാണോ പറയുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, നീ എന്റെ മുന്നിൽ നിന്ന് പോകണം. എന്റെ കാലില് മുറിവാ, എന്റെ കയ്യില് മുറിവാ. പെണ്ണുങ്ങളെ, ചെറിയ രോഗം വരുമ്പോഴേക്ക് അള്ളാനെ പഴിക്കരുതേ. രക്ഷിതാക്കളെ, ചെറിയ അള്ളാന്റെ പരീക്ഷണം വരുമ്പോഴേക്ക് അള്ളാഹുവിനെ മറക്കരുതേ. ആവശ്യമില്ലാത്ത വാക്കുകൾ നാവ് കൊണ്ട് പറയരുതേ. ഈ മനുഷ്യൻ പറയുന്നു, എൻ്റെ കാലുതാ മുറിവാണ്, എൻ്റെ കയ്യില് മുറിവാണ്, എൻ്റെ ശരീരത്തിൽ മുഴുവനും പുഴുക്കളാ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. ശരിയാണ്, എൻ്റെ ബോധം ഇടക്കിടക്ക് പോകുന്നുണ്ട്, ബോധം
വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് എന്തേ എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? പറയാം. എൻ്റെ കാലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയ അല്ലാഹു എൻ്റെ ശരീരത്തിന് രോഗം തന്ന അല്ലാഹു എൻ്റെ നാവിന് രോഗം തന്നില്ലല്ലോ. സംസാരിക്കാനും അൽഹംദുലില്ലാ എന്ന് പറയാനും എൻ്റെ അല്ലാഹു എനിക്ക് നാവ് തന്നില്ലേ? അതെൻ്റെ റബ്ബ് നഷ്ടപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ നാവിന് ചലനം എൻ്റെ റബ്ബ് തന്നെടുത്തോളം കാലം എൻ്റെ അല്ലാഹുവിനെ മറക്കാൻ എനിക്ക് കഴിയുമോ മനുഷ്യ? രോഗം തരുന്നത് അല്ലാഹുവിന്റെ പരീക്ഷ മാത്രമാണ്. ആഖിറത്തിൽ എന്തൊക്കെയോ ചില സന്തോഷങ്ങൾ, ആഖിറത്തിൽ എന്തൊക്കെയോ ചില രക്ഷകൾ അല്ലാഹു നിശ്ചയിച്ചതിന്റെ അടയാളമാണ് ഈ ഭൂമിലോകത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാവുക, ഈ ഭൂമിലോകത്ത് പരീക്ഷ വരിക. അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു ഇന്നഇളമൽ ജസാഇ മഅഇളമിൽ ബലാ. എന്തെങ്കിലും വിഷമങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ശക്തമായ വിഷമം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ശക്തമായ സന്തോഷം കൂടും എന്ന്, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കൂടും എന്ന് മുഹമ്മദ് മുസ്തഫ. ചെറിയ രോഗം വരുമ്പോഴേക്ക് നമ്മൾ അല്ലാഹുവിനെ മറക്കരുത്, പടച്ച തമ്പുരാന്റെ ദിക്ർ ഒഴിവാക്കരുത്. ഏത് രോഗം വന്നാലും നമ്മൾ ചിന്തിക്കണം, ഇതെന്റെ റബ്ബ് എനിക്ക് ആഖിറ വിജയത്തിന് വേണ്ടി തരുന്നതാണ്, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു സന്തോഷം എന്റെ റബ്ബ് തന്നിട്ടുണ്ട്. മുമ്പ് രാജാവുണ്ടായിരുന്നു, എന്തോ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവും തന്നെ അനുയായിയും കൂടി ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. എന്താ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് തന്റെ മുമ്പിൽ എവിടെയോ ഒരു മതിലിലോ കല്ലിലോ കൈ തട്ടി രാജാവിന്റെ കൈ മുറിവ് വന്നു. രാജാവിന്റെ കൈയിന് മുറിവ് വന്നു. രാജാവിന് ദേഷ്യം പിടിച്ചു. രക്തമൊഴുകുന്ന കണ്ട് രാജാവിന് ദേഷ്യം പിടിച്ചപ്പോ രാജാവിന്റെ കൂടെയുള്ള പ്രജ പറഞ്ഞു, രാജാവേ വിഷമിക്കണ്ട, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവും. ആ സമയത്തൊക്കെ സന്തോഷം പറഞ്ഞ് അടിട്ടൂല. വേദന ആവുമ്പോ, വേദനിക്കുന്ന സമയത്ത് ചിരിക്കാൻ പറ്റും, സന്തോഷം പറയാൻ പറ്റും. രാജാവിനെ സമാധാനിപ്പിച്ചു, രാജാവേ സാരല്ല, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതിന്റെ പിന്നിൽ ഒരു സന്തോഷം ഉണ്ടാവും. ഇത് കേട്ടപ്പോ രാജാവിന്റെ ദേഷ്യം പിടിച്ചിട്ട് രാജാവ് തന്റെ കൂടെയുണ്ടായിരുന്ന അനുയായിയെ കാലുകൊണ്ടൊരു ചവിട്ടിയപ്പോ ഈ രാജാവിന്റെ പ്രജ ഒരു കിണറ്റിലേക്ക് വീണു, ഒരു ചെറിയ കിണറ്റിലേക്ക് വീണു. രാജാവ്, ദേഷ്യം വന്ന രാജാവ് അദ്ദേഹത്തെ എടുക്കാൻ പോലും സന്നദ്ധാകാതെ നടന്നു. ഒറ്റക്കങ്ങനെ നടന്നു പോകുമ്പോ വഴിയിലുണ്ട് കുറെ ആളുകൾ നിൽക്കുന്നു. അവരെന്തോ ഒരു പ്രശ്നം പരിഹാരത്തിന് വേണ്ടി മനുഷ്യനെ ബലിയർക്കാൻ ഒരു മനുഷ്യനെ കിട്ടാൻ കാത്തുക. മനുഷ്യനെ ബലി അറുത്താലേ പ്രശ്നം തീരൂ എന്ന് ആരോ പറഞ്ഞതിന്റെ കാരണത്താൽ ഒരു മനുഷ്യനെ ബലി അറക്കാൻ കിട്ടണല്ലോ എന്ന് കരുതി കാത്തിരിക്കാൻ കുറെ ആളുകൾ. അപ്പോഴാണ് രാജാവ് വഴിയിലൂടെ പോകുന്നത്. ഇത് രാജാവാന്ന് അവർക്കറിയില്ല. അവരെല്ലാരും കൂടി ആളില്ലാതെ ഒറ്റക്ക്, ഇവർക്കൊന്നും പരിചയമില്ലാത്ത ഒരാൾ പോണ് കണ്ടപ്പോ എല്ലാരും കൂടി ഇയാളെ പിടിച്ചു. പ്രശ്നപരിഹാരത്തിന്റെ മനുഷ്യനെ ബലിയായിക്കാണ് ഇയാൾ അറുത്താൽ മതി, ആരും ചോദിക്കാണ്ടാവില്ല. അവസാനം ഇയാൾ അറക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോയി അറക്കാൻ നിൽക്കുമ്പോഴാണ് കയ്യിലൊരു കെട്ട് കാണുന്നത്. കയ്യിലൊരു കെട്ട് കണ്ടപ്പോ കൂടെ ഉള്ളവർ പറഞ്ഞു, നമ്മളെ പ്രശ്നത്തിന് പരിഹാരമാകൂല. എന്താ കാരണം? പ്രശ്നം പരിഹാരമാകണമെങ്കിൽ അറുക്കേണ്ട മനുഷ്യന് ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. ഇയാളെ കയ്യിലൊരു കെട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾ അറുത്താൽ പ്രശ്നപരിഹാരം ഉണ്ടാവില്ല. അതോടുകൂടെ രാജാവിനെ വിട്ടയച്ചു. അപ്പോഴാണ് രാജാവ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ കുറിച്ച് ചിന്തിച്ചത്. കാരണം കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നാൽ അതിന്റെ പിന്നിൽ ഒരു സന്തോഷം വരും. ഇത്ര വലിയൊരു സന്തോഷം എന്ന് ആലോചിച്ചില്ല. അതെങ്ങാനും കൈ മുറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ രാജാവിന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ടുണ്ട്. ഉടൻ അച്ചോനെ കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, സത്യമാണല്ലോ എന്ന് പറഞ്ഞ് ഇയാളെ പിടിക്കാൻ പോയി. ഇയാളെ കിണറ്റിൽ നിന്ന് പൊക്കിയിട്ട് ഇയാളെ കൂട്ടിപ്പിടിച്ച് സന്തോഷം പറഞ്ഞു, നീ പറഞ്ഞത് സത്യമാണ്. കാരണം നിനക്കൊരു പരീക്ഷണം വന്നാൽ അതിന്റെ പിന്നിൽ ഒരു സന്തോഷം തരുമെന്ന് പറഞ്ഞില്ലേ, വല്ലാത്തൊരു സന്തോഷം എനിക്ക് കിട്ടി. എന്തേ കാരണം? എന്നെ അറക്കുമായിരുന്നു, ഞാൻ രക്ഷപ്പെട്ടു. ഏതായാലും ഞാൻ നിന്നോട് ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഈ കിണറ്റിൽ വീണ ആള് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കണ്ട, നിങ്ങളിൽ നിന്ന് എനിക്കൊരു പരീക്ഷയുണ്ടായി, ആ പരീക്ഷണത്തിൽ ഞാൻ രക്ഷപ്പെട്ടു, അതിന്റെ പിന്നിൽ എനിക്കൊരു സന്തോഷമുണ്ടായി. അതെന്തേ? നിങ്ങളെ കൂടെ ഞാനുണ്ടായിരുന്നെങ്കിൽ മുറിവായ നിങ്ങൾ അറക്കൂല, മുറിവില്ലാത്ത എന്നെ ആയിരിക്കും പിടിച്ച് അറക്കുക.
അപ്പൊ ഞാൻ കിണറ്റിൽ വീണതുകൊണ്ട് എനിക്കൊരു സന്തോഷം തന്നു, നിങ്ങളെ കൈ മുറിവായതിന്റെ പിന്നിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായി. അതാണ് ദുനിയാവ്. അങ്ങനെയാണ് അല്ലാഹു ഈ ഭൂമി ലോകത്ത് അല്ല പറയുകയാണ്, ഏതൊരു പരീക്ഷണം ഈ ഭൂമി ലോകത്ത് നിങ്ങൾക്ക് തന്നാലും ശക്തമായ വിഷമം നിങ്ങൾക്ക് വരുമ്പോ ശക്തമായ പ്രതിഫലവും അല്ലാഹു തരും. ഒരു വിഭാഗത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും അവരെ അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഫമൻ റളിയ ഫലഹു റിളാ, അല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നു, ഞാനത് സഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഫലഹു റിളാ, അവരോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. വമൻ സഖിത, എന്നാ എന്താണ് അല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അല്ലാഹുവിനെ മറന്നാൽ ഫലഹു സഖ്ത്, അവനോട് അല്ലാഹുവിന്റെ കോപമാ എന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി വറക ചൊല്ലു നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തങ്ങനെയാണ്. ഈ ഭൂമി ലോകത്ത് അല്ലാഹു എങ്ങനെയാണ് പരീക്ഷ കൊടുക്കുക എന്നറിയില്ല. അത് സഹിക്കാനും ക്ഷമിക്കാനും ഇതിനേക്കാളും വലിയ സന്തോഷം നമുക്ക് പിന്നെ വരും എന്ന് പ്രതീക്ഷിക്കാനും പെണ്ണുങ്ങളെ നമുക്ക് കഴിഞ്ഞാൽ, ആണുങ്ങളെ നമുക്ക് കഴിഞ്ഞാൽ, പിന്നെ ഈ ഭൂമി ലോകത്ത് അല്ലാഹു എന്തെങ്കിലും ഒരു പ്രയാസം തന്നാലും മനസ്സിൽ വേദന വരൂല. ഈയിടെയായി ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. ഈയിടെയായി ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പറഞ്ഞത്, നമ്മളെ പ്രവർത്തകന്മാർ നിങ്ങളുടെ മുമ്പിലേക്ക് വക്കറ്റുമായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സംഖ്യകൾ ഈ വക്കറ്റിലിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾ വിജയിപ്പിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവൻ ആളുകളും നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര നല്ല സംഭാവനകളും സഹായങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുമായി നമ്മുടെ ഈ പരിപാടിയിലേക്ക് നൽകി അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്ന ദിക്റിലും ദുആയിലും നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഭൂമി ലോകത്ത് എന്തെങ്കിലും സന്തോഷം, ഒരാൾക്കും ഒരു ദുഃഖമില്ല, അസുഖമില്ല, കടം ഇല്ല, രോഗങ്ങളില്ല, പ്രയാസങ്ങളില്ല, എല്ലാ നിലക്കും ഒരാൾക്ക് സന്തോഷാണെന്ന് കരുതിക്കൊള്ളി. ഒരു പെണ്ണിന് സാമ്പത്തിക വിഷമല്ല, ശാരീരിക വിഷമല്ല, അസുഖങ്ങളില്ല, എല്ലാ നിലക്കും സുഖം മാത്രമേ ഉള്ളൂ. എന്നാൽ അയാൾക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല, അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പൊരുത്തം ഒരു ആണിനോടോ ഒരു പെണ്ണിനോടോ ഉണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിൽ അള്ളാഹു ചില പരീക്ഷകൾ നൽകും. അതിൽ സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാകണം. ഇടയിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തു. ഞാൻ അന്വേഷിച്ചു എന്ത് ആത്മഹത്യ ചെയ്യാൻ കാരണം. മറുപടി പറഞ്ഞ എന്താ അറിയോ? മക്കളില്ലാത്തതുകൊണ്ട്. മക്കളില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പെണ്ണുങ്ങൾ, കടത്തിൽ കുടുങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആണുങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് മാനസികത്തിനുള്ള ഗുളിക കൊടുക്കുന്ന സ്ത്രീകൾ. എന്താ പ്രശ്നം? പ്രശ്നം മക്കളില്ല, അല്ലെങ്കിൽ വീടില്ല, അല്ലെങ്കിൽ എന്തോ ചെറിയ പ്രയാസം, അതവരെ മനസ്സിൽ സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കാൻ കഴിയാത്ത പടച്ചോനെ എനിക്ക് മക്കളില്ലല്ലോ എന്ന് വേദനിച്ചിരിക്കുന്ന എത്ര പെണ്ണുങ്ങളാണ്, ആണുങ്ങളാണ്. അല്ലെങ്കിൽ എനിക്ക് ആൺമക്കളില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് പെൺമക്കളില്ലല്ലോ എന്ന് ചിന്തിച്ച മക്കളില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നവർ, ആത്മഹത്യ ചെയ്യുന്നവർ, മാനസിക വിഭ്രാന്തി കാണിക്കുന്നവർ, പെണ്ണുങ്ങളെ ആണുങ്ങളെ, ഈ ദുന്യാവ് അങ്ങനെയാ. എപ്പോഴും നമ്മൾ അറിയണം, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായാൽ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ ചിലർക്ക് ചില പരീക്ഷകൾ അള്ളാഹു കൊടുക്കും കേട്ടോ. അത് പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കാൻ സാരല്ല റബ്ബേ. നീ തന്ന പരീക്ഷണങ്ങൾ എൻ്റെ ആഖിറരക്ഷയ്ക്ക് വേണ്ടിയല്ലേ എൻ്റെ റബ്ബേ. നാളെ എനിക്ക് എന്തൊക്കെയോ ചില സന്തോഷം നീ തരാൻ വേണ്ടി വിധിച്ചതിന് മുൻകോടിയായി നീ തന്ന പരീക്ഷണമല്ലേ എന്ന് ചിന്തിക്കാനും മനസ്സിന് സന്തോഷം കൊടുക്കാനും ഈ ഭൂമി ലോകത്ത് ഞാനും നിങ്ങളും സന്നദ്ധരാകേണ്ടതാണ്. അതുകൊണ്ടല്ലേ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെൺകുട്ടികളുണ്ട്, എന്നാ റസൂലുള്ളാഹിക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്, അള്ളാന്റെ ഹബീബിന് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ആൺകുട്ടിയും വലുതാകുന്നത് വരെ ജീവിച്ചിട്ടില്ല.
കുട്ടിയായ സമയത്ത് തന്നെ ലോകത്തിന്റെ നേതാവിന്റെ എല്ലാ ആൺമക്കളെയും അള്ളാഹു തിരിച്ചു വിളിച്ചു. ഹബീബിന്റെ മുഴുവൻ മക്കളും മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിന്റെ മുഴുവൻ ആൺകുട്ടികളും മരിച്ചുപോയി. റസൂലുള്ളാഹിക്ക് അള്ളാഹുവിന് റസൂലുള്ളാഹിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? സംഭവിക്കും. മഹാനായ ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ അഖ്താബാണ് പെണ്ണുങ്ങളെ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖല്ലേ. മഹാനവർകൾക്ക് അല്ലാഹു 49 മക്കളെ കൊടുത്തിട്ടുണ്ട്. 49 മക്കളെ കൊടുത്തിട്ടുണ്ട് പടച്ച തമ്പുരാൻ. അതിൽ 27 ആൺമക്കളാണ്, 22 പെൺമക്കളാണ്. ഈ 27 ആൺമക്കളും 22 പെൺമക്കളെയും അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെറിയ മക്കളിൽ നിന്ന് 35 മക്കളും ചെറുപ്പത്തിലെ മരിച്ചുപോയി. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനായ ഗൗസുൽ ആലമിന്റെ 35 മക്കളെ അള്ളാഹു ചെറുപ്പത്തിലെ തിരിച്ചു വിളിക്കുകയാണ്. മക്കൾ മരിച്ചതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ആളുകൾ, മക്കളെ മരണം അള്ളാഹു നിശ്ചയിച്ചാൽ അതിന്റെ പേരിൽ നാക്കിട്ടടിച്ചോ, അതിന്റെ പേരിൽ അള്ളാഹുവിനെ ശപിച്ചോ, എന്തൊക്കെ റബ്ബിനോട് ഇങ്ങനെ ക്രോധം കാണിച്ചതെന്ന് ചിന്തിക്കണ്ട. റസൂലുള്ളാഹിന്റെ മുഴുവൻ ആൺകുട്ടികളും മരണപ്പെട്ടു പോയി. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ 49 മക്കളെ കൂട്ടത്തിൽ നിന്ന് 35 മക്കളും മരിച്ചുപോയി. മഹാനായ ഗൗസുൽ ആലമിന്റെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് പൈതങ്ങൾ 39-35ഓളം പൈതങ്ങളുടെ ജനാസ ഖബറിൽ വെച്ചു. അതാണല്ലോ പറഞ്ഞത്, ഞാൻ ചില ആളുകളെ ഇഷ്ടപ്പെട്ടാൽ ചില പരീക്ഷണങ്ങൾ അല്ലാഹു അവർക്ക് കൊടുക്കുകയാ. കഴിഞ്ഞില്ല, ഇനിയും കേട്ടോളൂ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമുനത്തും വാ റംലാ ഹിന്ദും വ സൈനബും കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാതിൽ മർദിയാ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില് റസൂലുള്ളാഹിക്ക് മക്കളുണ്ടായത് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയിലൂടെയാണ്. മാരിയത്തുൽ ഖിബ്തിയിലൂടെയുണ്ടായി. ഇബ്രാഹിം എന്ന കുട്ടിയും ചെറുപ്പത്തിലെ മരിച്ചുപോയി. റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് മക്കളുണ്ടായിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹാ മക്കളില്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ മക്കളില്ലാഞ്ഞിട്ടോ മക്കൾ മരണപ്പെട്ടു പോയോ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ ഓരോരോ പെണ്ണും മാനസിക രോഗികളാവുകയല്ല വേണ്ടത്. ആണുങ്ങൾ മനോവിഭ്രാന്തിയാവുകയല്ല വേണ്ടത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, എനിക്ക് എന്തൊക്കെയോ ചില സുഖങ്ങളും സന്തോഷവും തരാൻ എൻ്റെ റബ്ബ് ചില പരീക്ഷകൾ തരുകയാണ് എന്ന മനസ്സിന് സംതൃപ്തി അടയാനുമല്ല. നിന്റെ പരീക്ഷയിൽ ഞാൻ ക്ഷമിക്കുന്നു നാദാ എന്ന് പറയാനുള്ള മനസ്സ് ആണേ പെണ്ണേ നമ്മൾ സംഭരിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ എവിടെയാണ് ദുഃഖം? ഈ ഭൂമിയിൽ എവിടെയാണ് വേദന? ഒരു സ്ഥലത്ത് വന്നപ്പോ പിന്നെ ഒരു 2 കുട്ടികളെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ പേരെന്താ? എന്നോട് പറഞ്ഞു ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്തോന്നാണെന്ന് പറഞ്ഞു. ഒരു ആൺകുട്ടി അല്ല ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. രണ്ടാമത്തെ കുട്ടി അവിടെയുണ്ട്. ഞാൻ ആ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോഴും പെൺകുട്ടിയുടെ പേര് തന്നെ പറഞ്ഞു. ഒന്ന് ആൺകുട്ടി, ഒന്ന് ഫാൻറ്റും ഒരു ഇൻസൈഡൊക്കെ ചെയ്ത് തലയിൽ തൊപ്പിയൊക്കെ ധരിച്ചൊരു കുട്ടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ പേരാ? ഫാത്തിമ പെൺകുട്ടിയുടെ പേര്. അപ്പൊ എന്നോട് പറഞ്ഞു, അതെ ഉസ്താദേ, ഞങ്ങൾക്കുള്ള 2 മക്കളും പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഒരാൺകുട്ടിയില്ലാത്ത വേദന, രാത്രി ഉറക്കില്ല, പ്രയാസങ്ങൾ, വേദന, ദുഃഖം. അതുകൊണ്ട് ആ ദുഃഖം മറക്കാൻ വേണ്ടി ഒരാളെ മുടിയൊക്കെ വെട്ടി തൊപ്പിയൊക്കെ ഇട്ട് ആണുങ്ങളെ ഫാൻറ്റും ജീൻസും ഇട്ട് നടത്തുകയാണ്. എന്ത് വിരാന്ത! എന്തിനാണത്? മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആൺമക്കളുണ്ട്. ഒറ്റ പെൺമക്കളെയും അല്ലാഹു കൊടുത്തിട്ടില്ല. ആരാ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീല്. എല്ലാം ആൺകുട്ടികൾ, ഒറ്റ പെൺകുട്ടികളും ഇല്ല. എന്നാൽ അപ്പുറത്തെ മഹാനായ നബിയുല്ലാഹി ലൂത്ത് അലൈഹിസ്സലാം, അല്ലാഹ് കൊടുത്തത് മുഴുവനും പെൺകുട്ടികൾ, ഒറ്റ ആൺമക്കളുമില്ല. ലോകത്ത് അങ്ങനെയാണ്.
അള്ളാഹു തീരുമാനിക്കും പെണ്ണേ നമ്മൾ അങ്ങനെയാവണം. നമുക്ക് മക്കള് വേണോ വേണ്ടേ? മക്കളുണ്ടായാൽ ഏത് മക്കളാണ് വേണ്ടത്, ഏത് മക്കളാണ് വേണ്ടാത്തത്, ഉള്ള മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അതൊക്കെ യജമാനനായ അള്ളാഹുവിന്റെ തീരുമാനമാ. അള്ളാഹുവിന്റെ തീരുമാനം ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്. ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ അള്ളാഹുവാണ്. അതിന്റെ അധികാരം അള്ളാഹുവിനാണ്. യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ. ചില ആളുകൾക്ക് അല്ലാഹു ആൺമക്കളെ മാത്രമേ കൊടുക്കുകയുള്ളൂ, ചില മക്കൾക്ക് അല്ലാഹു പെൺമക്കളെ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാഥാ. ചിലർക്ക് അല്ലാഹു ആൺമക്കളെയും പെൺമക്കളെയും സമ്മിശ്രയമായി കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമാ. ചിലർക്ക് അല്ലാഹു മക്കളെ കൊടുക്കൂല. ഇത് മുഴുവനും ഇന്നഹു അലീമുൻ ഖദീർ. എന്താണ് ചെയ്യേണ്ടെന്ന് അല്ലാഹുവിനറിയാം, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പടച്ച തമ്പുരാനറിയാം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഈ ഭൂമി ലോകത്തുള്ളത് മുഴുവനും സന്തോഷമാണ്. ഇവിടെ മുഅ്മിനീങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നമ്മൾ അല്ലാഹുവിൻ്റെ അടിമകളാണ്, പടച്ച തമ്പുരാന്റെ പൊരുത്തം കിട്ടേണ്ടവരാണ്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന എല്ലാറ്റിലും അല്ലാഹു എന്ന ചിന്തയുണ്ടായ ജീവിതം രസമല്ലേ? ഇത് കഴിഞ്ഞ് മരിക്കുമ്പോഴോ മുഅ്മിനീങ്ങളായ നമുക്ക് കിട്ടേണ്ട സന്തോഷം ദാഹം മൗത്തത് കൂട്ടിടും. ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനട്ടുവാൻ പതിരിങ്ങളാൽ തുണ റബ്ബനാ. മരിക്കാ നേരത്ത് മുഅ്മിനീങ്ങൾ മരിക്കുകയാണെങ്കിൽ വയറ്റിലുള്ള കൊടലൊക്കെ നെഞ്ഞിലേക്ക് കയറി, നെഞ്ഞിലുള്ള എല്ലൊക്കെ കഴുത്തിലേക്ക് കയറി, ശ്വാസം കിട്ടാതെ മുഅ്മിനീങ്ങൾ കണ്ണു തുറക്കേണ്ട നേരം അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് സ്വർഗം കാണിച്ചു തരും കേട്ടോ. വീട് ഉപേക്ഷിച്ചുള്ള യാത്രയാണ്, മക്കളെ ഉപേക്ഷിച്ചുള്ള യാത്രയാണ്, കുടുംബത്തെ ഉപേക്ഷിച്ചുള്ള യാത്രയാണ്. പക്ഷേ ദുഃഖമില്ല, കാണുന്നത് സ്വർഗമാണ്. ഇത് കാണുന്ന നമ്മൾ ദുഃഖമറിയൂല. അത് കഴിഞ്ഞ് കൊണ്ടുപോയി കിടത്തുന്നത് ഖബറിലാണ്. ഖബറിൽ മുഅ്മിനീങ്ങളാകുന്ന നമ്മളെ അവസ്ഥയോ ഭാര്യ ഭർത്താക്കന്മാർ ആദ്യരാത്രി സന്തോഷിച്ചതുപോലെ സന്തോഷിച്ചു കൊണ്ട് കിടക്കുന്ന ഏക സ്ഥലം അത് ഖബറാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. ലോകത്തെ സ്വന്തം വീടിനേക്കാളും രസമുള്ള വീട് ഖബറാണ്, ആനന്ദമുള്ള വീട് ഖബറാണ്. പുതിയാപ്പളിയും പുതിയണ്ണും ആദ്യ രാത്രി ഉറങ്ങിയതുപോലെ ഉറങ്ങിക്കോ എന്ന് മുഅ്മിനായ ഖബറാളിയോട് അല്ലാഹു പറയുമെന്ന് റസൂലുള്ളാഹി. ഖബർ സ്വർഗമാണ്, ഖബർ ആനന്ദമാണ്. നമ്മൾ കണ്ടതുപോലെ ഇരുട്ട് റൂമല്ല, നല്ലവർക്ക് ഖബർ സ്വർഗമാണ്. മറവ് ചെയ്യലോടുകൂടെ പിന്നെ സ്വർഗത്തിന്റെ ആഹ്ലാദം മുഴുവനും ഖബറിൽ ആസ്വദിക്കുന്ന വിഭാഗം മുത്തഖീങ്ങളാണ്, മുഅ്മിനീങ്ങളാ. അല്ലാത്ത സന്തോഷല്ലേ? ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം അതാണ്. ഞങ്ങൾ ഖബറിൽ ചെന്നാലും ഞങ്ങൾക്ക് ദുഃഖമില്ല. കാരണം സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ഖബറിൽ മുഅ്മിന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ മഹ്ശറയിലോ അല്ലാഹുവിന്റെ പ്രവാചകരെ പറയാണ്, നാളെ മഹ്ശറ ലോകത്ത് ചെന്നാൽ സിറാത്ത് പാലമുണ്ട്. ആ സിറാത്ത് പാലത്തിന്റെ ആ ദൂരം എത്രയാണ്? സിറാത്ത് പാലത്തിന്റെ ദൂരം ഉമ്മമാരെ മസീറത്തുഹു സലാസത അലാഫ്. അതാ 300ഓളം വരുന്ന 3000ഓളം കിലോമീറ്റർ ദൂരെയാണ് സിറാത്ത് പാലത്തിന്റെ ദൂരമെങ്കിൽ മുഅ്മിനീങ്ങളായി ഞാനും നിങ്ങളും ജീവിച്ചാൽ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണെന്ന ബോധത്തോടെ കൂടെ ജീവിച്ചാൽ ആ സിറാത്ത് പാലം നിങ്ങൾക്ക് മിന്നറിയും പോലെ കടക്കാമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു ചാൺ മുകളിലായി സൂര്യൻ ഉദിച്ച് ചൂടിന്റെ കാഠിന്യം കൊണ്ട് പതപ്പ് കരിഞ്ഞ് വിയർപ്പൊലിച്ച് മഹ്ശറയിൽ നിൽക്കേണ്ട സമയം എത്രയാണ്? 500 കൊല്ലത്തോളമാണ്. 500 കൊല്ലത്തോളം മഹ്ശറയിൽ മനുഷ്യന്മാര് നിൽക്കണം. ഒരു ചാൺ മുകളിലായി സൂര്യനാണ്, ചൂടിന്റെ കാഠിന്യം
കാരുണ്യം കൊണ്ട് പതപ്പ് കരിയുകയാണ്. ആ സമയത്ത് മുഅ്മിനീങ്ങളാകുന്ന നമുക്കോ അല്ലാഹനെ ഓർത്ത് ജീവിച്ച ആണും പെണ്ണും അല്ലാഹനെ മറക്കാത്ത ആണും പെണ്ണുമാണെങ്കിൽ ആ 500 കൊല്ലത്തെ മശ്ശറ ഖദരി റകഅത്തൈനി സ്വലാത്തിൽ മക്തൂബ 2 റകഅത്ത് ഫർള് നിസ്കരിക്കുന്ന സമയം പോലെ നമുക്ക് എളുപ്പമാകുമെന്ന് റസൂലുള്ളാഹ്. എവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് ദുഃഖമില്ലല്ലോ, എവിടെയാണ് മുഅ്മിനീങ്ങൾക്ക് വേദനയില്ലല്ലോ. വേദന പോലും ആഹ്ലാദമാണ്, വേദന പോലും സന്തോഷമാണ്, എല്ലാം നമുക്ക് ആനന്ദമാണ്. പക്ഷേ അത് നമ്മളെ മനസ്സിലുണ്ടാകണമെന്ന് മാത്രം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ രക്ഷിതാക്കളെ. അല്ലാഹു പെണ്ണുങ്ങൾക്ക് ഉപമ സ്വർഗത്തിൽ പറയുന്ന ഒരു പെണ്ണുണ്ട്. ഏതാണ് സ്വർഗത്തിൽ പറയുന്ന പെണ്ണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത് മഹദിയായ ബീബി ആസിയ. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ ഇംറഅത ഫിർഔൻ. നാളെ പെണ്ണുങ്ങളെ നിങ്ങളുടെ നേതാവ് ഫിർഔനിന്റെ ഭാര്യയാണെന്ന് വിശുദ്ധ ഖുർആൻ. ആസിയ ബീവി എന്ന് പറഞ്ഞില്ല, ഫിർഔനിന്റെ ഭാര്യ. എന്താ അങ്ങനെ പറയാൻ കാരണം? എല്ലാ തെറ്റും ചെയ്ത് ജീവിക്കാൻ എല്ലാ സൗകര്യവുമുള്ള സമയം, എന്ത് തെറ്റും ചെയ്യാൻ പറ്റുന്ന സമയം. കാരണം നാട് ഭരിക്കുന്ന ഫിർഔനിന്റെ ഭാര്യ, രാജാവിന്റെ കൊട്ടാരത്തിലെ രാജ്ഞി, എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സാഹചര്യം, അടിച്ചു പൊളിച്ച് അല്ലാഹനെ മറന്ന് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ്, അതാണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. നോക്കണങ്ങൾ, എല്ലാ സൗകര്യം. കാരണം എന്താ? കൊട്ടാരത്തിലാ ജീവിക്കുന്നത്, എന്തും ചെയ്യാം. ഭർത്താവോ ഭരണാധികാരി ഫിറഔന എങ്ങനെയുമാകാം, സ്വർണം മുഴുവനും ധരിക്കാം, അഴിഞ്ഞാടാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അല്ലാഹു അല്ലാഹ് എന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ച മഹദിയായ ബീവി ആസിയ. അവസാനം ഫിറഔന് പറഞ്ഞു, ആസിയ നീ മൂസാ നബിന്റെ ആളാണല്ലേ, നീ അല്ലാഹുവിൽ വിശ്വസിച്ചല്ലേ, നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറണം ആസിയ. ആസിയ പറഞ്ഞു, മാറൂല ഫിറഔനെ, ഈ ദുനിയാവ് താൽക്കാലിക ലോകമാണ്, ഇത് പരീക്ഷണശാലയാണ്. സുഖം മരണത്തോട് കൂടെയാണ്, സുഖം ഖബറിലാണ്, മഹ്ശറയിലാണ്, അല്ലാഹുവിന്റെ സ്വർഗമാ. അതുകൊണ്ട് അല്ലാഹുവിനെ മറക്കൂല. ധിക്കാരിയായ ഫിറഔന് ചാട്ടവാറെടുത്ത് ആസിയാനെ അടിക്കാൻ തുടങ്ങി. അടിയേറ്റ് ശരീരത്തിലൂടെ മാംസങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കാൻ തുടങ്ങി. മഹദി അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റുന്നു. ആസിയാനെ കൊണ്ടുപോയി അതിശക്തമായ ചൂടുള്ള മണൽപ്പരിപ്പിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. ആ ശരീരമാകെ മുറിവായ ആസിയ അസഹ്യമായ മണലിലെ ചൂട് കൊണ്ട് പെടപെടക്കുമ്പോ വലിയ കല്ല് കൊണ്ടുപോയി നെഞ്ഞത്ത് വെക്കുകയാ. മഹദിയായ ആസിയ ശക്തമായ മണൽ കിടന്നിങ്ങനെ പെടക്കുമ്പോ ഫിറഔന് പറയുന്നുണ്ട്, ആസിയ അല്ലാഹനെ മറക്കണം, നിനക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാലോ. ആസിയ പറഞ്ഞു, വേണ്ടടാ, എത്ര സുഖം ദുനിയാവിൽ കിട്ടിയാലും അത് ശാശ്വതം അല്ല. ശാശ്വതമായ എൻ്റെ ജീവിതം നാളെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ദുഃഖം എനിക്ക് പ്രശ്നമല്ല. ധിക്കാരിയായ ഫിറഔന് ഇരുമ്പിന്റെ വലിയ ദണ്ഡ് കൊണ്ട് വന്ന്, ഇരുമ്പിന്റെ വലിയ കമ്പ് കൊണ്ട് വന്ന് മഹദിയായ ബീവി ആസിയ ബീവിയുടെ മുന്തുവാരത്തിലൂടെ കയറ്റുകയാ. ആസിയ ബീവി കിടന്ന് പെടപെടക്കുമ്പോ ഫിറഔന് പറയുന്നുണ്ട്, ആസിയ ഈ ദുനിയാവിൽ സുഖിച്ചുകൂടെ, എന്തിനാണ് പീഡനം സഹിക്കുന്നത്? ആസിയാന്റെ മറുപടിയടാ ഫിറഔനെ, ഇവിടുത്തെ ദുഃഖം താൽക്കാലികം അല്ലേ, എനിക്കെന്റെ റബ്ബിന്റെ സ്വർഗം അതല്ലേ ശാശ്വതം, ഇവിടുത്തെ ദുഃഖം പ്രശ്നമല്ല. ഉമ്മമാരെ, ആസിയ ബീവിയുടെ മുന്തുവാരത്തിലൂടെ ഇരുമ്പിന്റെ കമ്പ്, വലിയ ഇരുമ്പ് കുത്തു കയറ്റുമ്പോ മഹദി അവർകൾ കിടന്ന് പെടക്കുകയാണ്, കൈകാലുകൾ മുറിക്കുകയാണ്. അവസാനം മഹദി അവരുടെ ശരീരത്തിലേക്ക് ആഞ്ഞ് വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് വെക്കുമ്പോഴും മഹദി അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുകയാ.
ഇതോടുകൂടെ ധിക്കാരിയായ ഫിറഔന് ഒരു വലിയ കല്ല് പൊക്കിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് ആസിയാന്റെ തലയുടെ താഴെ വെക്കുകയാണ്. എന്നിട്ട് ആസിയ ബീവിയുടെ തല ആ കല്ലിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ഫിറഔന് മറ്റൊരു കല്ല് കൊണ്ടുവരികയാണ്. ആ കല്ലുമായി വരുന്നത് എന്തിനാ? ഒരു കല്ലിന്റെ മേലെ വെച്ച തലയുടെ മേലെ വലിയ പാറക്കല്ലിട്ടിട്ട് ആസിയാന്റെ തലത്തെ ചതച്ച് കളയാനാ. ആസിയ ബീവിക്ക് ദുഃഖമില്ല. കല്ലുകൊണ്ട് വന്ന് തലയുടെ നേരെ പിടിക്കുമ്പോ ആസിയ ബീവി നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ആസിയ, നിനക്ക് ഭ്രാന്തായോ? തലയുടെ മേലെ കല്ലിടുന്ന നേരത്തും ചിരിക്കുകയോ? ഉമ്മമാരെ, രക്ഷിതാക്കളെ, ആസിയ ബീവി ചിരിക്കുന്നത് കല്ല് കണ്ടിട്ടല്ല. ആസിയ ബീബി ലോകത്തോട് വിട പറയാൻ നേരം പടച്ച തമ്പുരാൻ ആസിയ ബീവിക്ക് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. ആ സ്വർഗത്തിൽ ആസിയാക്ക് താമസിക്കാനുള്ള വീട് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീട് നോക്കി ആസിയ ബീവി ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബി ബനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവേ, ഈ സ്വർഗത്തിലെ ആ വീട് കൊണ്ട് എനിക്ക് തരോ റബ്ബേ. എങ്കിൽ ഇവന്റെ കൊല എനിക്ക് പ്രശ്നമല്ല, ഇവൻ കല്ലിട്ടെന്നെ കൊല്ലുന്നത് പ്രശ്നമല്ല. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബേ, ഫിർഔനിന്റെ കൈ കൊണ്ട് ഞാൻ മരിക്കണ്ട, എനിക്ക് നിന്നിലേക്ക് വരാനാണ് ഇഷ്ടം. റബ്ബേ, ഈ ദുനിയാവിൽ ജീവിച്ചത് നിനക്ക് വേണ്ടി, ഞാൻ വരുന്നത് നിന്നിലേക്കാ. അതുകൊണ്ട് എന്നെ തിരിച്ചെടുത്തോ അല്ലാ. ആസിയാന്റെ റൂഹ് അല്ലാ തിരിച്ചെടുക്കുകയാണ്. ചലനമറ്റ കിടക്കുന്ന ശരീരത്തിന്റെ തലയുടെ മേലെ ഫിർഔന് വലിയ പാറക്കല്ലിട്ട് തല ചതക്കുകയാ. രക്ഷിതാക്കളെ, യുവാക്കളെ, അള്ളാന്റെ യഥാർത്ഥ അടിമയായി ജീവിച്ചാൽ ജീവിതം രസം, മരണം അതിനേക്കാളും രസം, ഖബർ അതിനേക്കാളും ആനന്ദം. മഹ്ശറയിലോ ഹബീബിന്റെ കൂടെ സ്വർഗമല്ലാ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ.